Hi dears, welcome back to Fashion Week Designs. ഒരു ഡെയിലി വെയർ ആയിട്ടും അതുപോലെ ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് പാറ്റേൺ ആണ്. ഇതിലും മെയിൻലി ഇതുണ്ടോ, നമ്മൾ ആപ്ലിക് സ്റ്റൈലിലുള്ള ഒരു വർക്കാണ്. കാണുമ്പോൾ നമുക്കൊരു ആപ്ലിക് ആയിട്ട് തോന്നും, എന്നാൽ ആപ്ലിക് റിപ്ലിക്ക ആയിട്ടുള്ള ഒരു വർക്കാണ് ഇതിലും യൂസ് ചെയ്തേക്കുക. ഇതിൻ്റെ താഴെ ഭാഗത്താണ് മെയിൻലി നമ്മൾ ഈ ഒരു വർക്ക് യൂസ് ചെയ്തേക്കുന്നത്. ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് കൊണ്ടുവന്നേക്കുക, നല്ല ഷെയ്ഡ്സ് ആൻഡ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സിൽക്ക് ബേസ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് യൂസ് ചെയ്തേക്കുക. സോ ഇപ്പോൾ ഫസ്റ്റ് കളർ ഈ ഒരു ലെമനിഷ് ഗ്രീൻ ആണ്. നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല, വീഡിയോയിൽ വന്നതിന് ഇത് ഓൾമോസ്റ്റ് ഒരു പീസ്റ്റൽ ഷെയ്ഡ്സ് ആണ് നമ്മൾ ആഡപ്പ് ചെയ്തേക്കുക. അപ്പോൾ വീഡിയോയിൽ ഷോപ്പിലെ വെട്ടവും അതുപോലെ നമ്മൾ ക്യാപ്ചർ ചെയ്യാൻ വെച്ചേക്കുന്ന വെട്ടം എല്ലാം കൂടെ വന്നതിനും വളരെ പീസ്റ്റൽ ഷെയ്ഡ്സ് ആയിട്ടുണ്ട്. പീസ്റ്റൽ അല്ല, നല്ലൊരു മീഡിയം ലെവലിൽ നിൽക്കുന്ന നല്ല കളർ ഷെയ്ഡ്സ് ആണ്. ഇതൊരു ലെമനിഷ് ഗ്രീൻ ആണ്. സെൽഫ് പാറ്റേണിൽ നല്ല ഹെവി ആയിട്ടാണ് ഇതിൻ്റെ വർക്ക് വന്നേക്കുക. അതിൽ ചെറിയ സീക്വൻസിങ് വർക്കും കൂടെ വന്നിട്ടുണ്ട്. വീഡിയോയിൽ അത്രയും ക്ലിയർ അല്ല വർക്ക്. അത് സെൽഫ് ടോൺ വർക്ക് ഓൾമോസ്റ്റ് നമ്മുടെ യോക്ക് പോർഷൻ വരെ, അതായത് ഡാമിൽ നിന്നും യോക്ക് പോർഷൻ വരെ ഈ ഒരു വർക്ക് വരുന്നുണ്ട്. കണ്ടില്ലേ, ഫുള്ളും സെൽഫാണ്. അത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടെ വർക്ക് ക്ലിയർ ആവുള്ളൂ. അതാണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. സെയിം ഫാബ്രിക്, ബോർഡേഴ്സിൽ വർക്ക് ഉണ്ട്. ബാക്കി പോർഷൻസിലും ചെറിയ ചെറിയ വർക്ക്സ് സ്പ്രെഡ് ചെയ്ത് വരുന്നുണ്ട് വിത്ത് ബോട്ടം ആൻഡ് ഇന്നർ. സോ അതിലേക്ക് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്ന ഈ ഒരു ഓഫ് വൈറ്റ് ആണ് കളർ സ്റ്റോൺ വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ഒരു ഡെയിലി വെയർ സ്റ്റൈലിൽ യൂസ് ചെയ്യാൻ നല്ല കംഫർട്ടാണ്. അതായത് ഉണ്ടോ, ജസ്റ്റ് നമ്മളെങ്ങനെ എപ്പോഴും എന്താ പറയുക, ഒരു അസ്വസ്ഥപ്പെടുത്തുകയല്ലാത്ത രീതിയിൽ നമുക്ക് നല്ല കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റൈലാണ്. എൻ്റെ ടോപ്പും ദുപ്പട്ടയും എല്ലാം വന്നിരിക്കുന്നത് നല്ല കംഫർട്ടാണ്. പിന്നെ എൻ്റെ വർക്ക് ഒരു തുള്ളി പോലും നിങ്ങൾക്ക് വീഡിയോയിൽ കാണത്തില്ലായിരിക്കും. എല്ലാം സെൽഫ് ടോണിൽ, എന്നാൽ നല്ല ഹെവി വർക്കാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. നല്ലൊരു പ്രീമിയം സ്റ്റൈലാണ്. ബട്ട് എന്താ പറയുക, അത് നമുക്ക് കാണിക്കാനായിട്ട് ഒരു തരത്തിൽ നോക്കിയിട്ടും പറ്റുന്നില്ല. എല്ലാം സെൽഫ് ആയതുകൊണ്ട് ഇതുണ്ടോ, നല്ല ഹെവി ആയിട്ട് തന്നെയാണ് വർക്ക് വിത്ത് ചെറിയ സീക്വൻസിങ് വർക്ക് ഉണ്ട്. ആൻഡ് ഇതിൽ ബോട്ടോ ആൻഡ് ഇന്നറും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 1140 പ്രൈസ്. സോ ഇതൊരു പ്രീമിയം ആയിട്ടുള്ള ഒരു സാൻഡൽ കളറാണ്, ലൈറ്റ് സാൻഡൽ ഷെയ്ഡാണ്. വീഡിയോയിൽ അതും ഇത് എല്ലാ കളേഴ്സും നമ്മളിപ്പം കണ്ട ഓഫ് വൈറ്റ് കറക്റ്റ് കളറാണ്, ബട്ട് നിങ്ങൾക്ക് വർക്ക് കാണത്തില്ല. ബാക്കി എല്ലാ ഷെയ്ഡ്സും വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾ വളരെ പേസ്റ്റലായിട്ടാണ് കാണുക. അത് നേരിട്ട് കാണുമ്പോൾ അതിനേക്കാൾ ഒരു 2-3 സ്റ്റെപ്പും കൂടെ മുകളിലായിട്ടുള്ള നല്ല കളർ ഷെയ്ഡ്സിലാണ് വരുന്നത്. ഇത് സാൻഡൽ ആണെങ്കിലും വീഡിയോയിൽ കാണുന്ന അത്രയും പേസ്റ്റല്ല, ഇച്ചിരൂടെ ഡാർക്ക് ആയിട്ട് ഒരു 3 സ്റ്റെപ്പും കൂടെ മുകളിൽ നിൽക്കുന്ന ഒരു കളർ ടോൺ ആണ് സാൻഡലിൻ്റെ തന്നെ. ദുപ്പട്ടയും നല്ല കംഫർട്ടാണ്. ഒരു പുതിയ ഫാബ്രിക് ആണ് കേട്ടോ ഇത്. സിൽക്ക് ചെറിയൊരു ക്രഷ്നെസ് ഉണ്ടെങ്കിലും ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള നല്ല കംഫർട്ടായിട്ടുള്ള ഫാബ്രിക്. ഫുള്ളി വർക്ക്, ബോർഡർ വർക്ക് വരുന്നുണ്ട് വിത്ത് ബോട്ടം ആൻഡ് ഇന്നർ. സോ ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത്. ഗ്രീൻ്റെ ഒരു വേരിയൻ്റ് ആണ് വന്നിരിക്കുന്നത്. ഇത് വീഡിയോയിൽ ഡസ്റ്റി ആയിട്ട് വന്നിരിക്കുന്നു. നേരിട്ട് കാണുമ്പോൾ ഡസ്റ്റി അല്ല, നമ്മുടെ ഓരോ കളേഴ്സിനോട് മാച്ചപ്പ് ആവുന്ന രീതിയിൽ നല്ല ഷെയ്ഡ്സ് ആണ് വന്നിരിക്കുന്നത്. എല്ലാം സെൽഫ് ടോണിൽ വർക്ക്. അതും ഇത് നേരിട്ട് കണ്ടാലേ ഈ വർക്ക് മനസ്സിലാവും. നേരിട്ട് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാവും. സെൽഫ് ടോണിൽ കുറച്ചുകൂടെ ഡാർക്ക് കോമ്പിനേഷൻസിലാണ് വർക്ക് യൂസ് ചെയ്തിരിക്കുന്നത് വിത്ത് സീക്വൻസിങ്. ഡാമൻ ടു ഈ ഓൾമോസ്റ്റ് യോക്കിൻ്റെ പോർഷൻ വരെയും, അതായത് യോക്കിന് തൊട്ട് താഴെ ഇവിടം വരെയും വരുന്ന രീതിയിലാണ് വർക്ക് വന്നേക്കുക. ദുപ്പട്ടയിലും വർക്ക് വരുന്നുണ്ട്. നല്ലൊരു ലൈറ്റ് ആയിട്ടുള്ള ഡെയിലി വെയർ ചെറിയ ഫംഗ്ഷൻസിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റലോഗ്. 1140 ആണ് പ്രൈസ്. താങ്ക് യു.